വെൽക്കം ടു അവർ ക്ലാസ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് യൂണിറ്റാണ് എടുക്കാൻ പോകുന്നത്. അനൂട്ടി ചാംകിയാം യൂണിറ്റിൻ്റെ പേരാണ് അനൂട്ടി ചാംകിയാം, പ്രകൃതിയിലെ അതുല്യമായ കാഴ്ചകൾ. അപ്പോൾ ഇതിൽ നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പിക്ചറാണല്ലേ കാണുന്നത്. ഇതിലൊരുപാട് മരങ്ങളുണ്ട്, മയിലുണ്ട്, ആനയുണ്ട്, കുതിരയുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട് അല്ലേ പ്രകൃതിയിലെ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഹിന്ദിയിൽ എന്താ പറയാൻ നോക്കാം. എന്നിട്ട് ആ ഹിന്ദിയിൽ പറയുന്നത് നമ്മൾ ആ വേർഡ്സ് നമുക്ക് എന്താക്കാം, ഒരു സെൻറ്റൻസ് ആക്കി മാറ്റണം. അതിൻ്റെ നെയിംസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു സെൻറ്റൻസ് മേക്ക് ചെയ്ത് പഠിക്കണം. അതുപോലെ നമുക്കിതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയും പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെയാണ് കാണുന്നത് നോക്കാം. മേഘത്തിന് നമ്മൾ എന്താ പറയുക, ബാദൽ. പിന്നെന്താ, തുമ്പി കാണുന്നുണ്ട് അല്ലേ. തുമ്പിക്ക് നമ്മൾ മധുമഖി എന്ന് പറയും. അതുപോലെ പൂമ്പാറ്റകളുണ്ട്, പൂമ്പാറ്റകൾക്ക് തിത്തിലിയാം. പിന്നെ മയിലുണ്ട്, മയിലിന് നമ്മൾ മോർ എന്ന് പറയും. പിന്നെ മരങ്ങളുണ്ട് അല്ലേ, പേടോ. പിന്നെ ആംക പേടുണ്ട് അല്ലേ, മാവുണ്ട് അല്ലേ. പിന്നെന്താണുള്ളത്, ഹാത്തി എന്ന് പറഞ്ഞാൽ ആന, ഘോഡ എന്ന് പറഞ്ഞാൽ കുതിര, മെണ്ട് എന്ന് പറഞ്ഞാൽ തവള. പിന്നെന്താ, ഫൂലോം പൂക്കളുണ്ട് അല്ലേ. പിന്നെന്താ, ചട്ടാൻ പാറകളുണ്ട്, പത്ത ഇലകളുണ്ട് അല്ലേ. പിന്നെ താലാവ് കുളം, മോർ മയിൽ, അങ്ങനെ ഒരുപാട് സംഗതികൾ കാണുന്നുണ്ട്. പിന്നെന്താ, മഴ കാണുന്നുണ്ട് അല്ലേ, പാനി ബൂന്തേ. മഴത്തുള്ളിക്ക് എന്താ പറയുക, പാനി ബൂന്തേ എന്ന് പറയാം. പിന്നെ ആകാശമുണ്ട്, ആസ്മാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഹിന്ദി നെയിംസ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്, ആ പിക്ചറിൽ കാണുന്ന. ഓക്കെ, ഇനി നമുക്ക് അതിൽ നിന്ന് വാക്യ ബനായേ, സെൻറ്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആസ്മാനുമേ ബാദൽ ഹേ, ആകാശത്ത് മേഘമുണ്ട്. പാനി ബർസ് രഹാ ഹേ, മഴ പെയ്യുന്നു. മോർ നാച്ച് രഹാ ഹേ, മയില് ഡാൻസ് കളിക്കുന്നു. താലാബ് മേ പാനി ഹേ, കുളത്തിൽ വെള്ളമുണ്ട്. പേടോം പർ ഫൽ ഹേ, മരത്തിന്മേൽ പഴമുണ്ട്. യഹ് ആം കാ പേട് ഹേ, ഇത് മാവാകുന്നു അല്ലെങ്കിൽ മാങ്ങയുടെ മരമാകുന്നു. ബാരിഷ് ആനെ പർ സബി ജാൻവർ ഖുഷ് ഹോത്തെ ഹേ, ബാരിഷ് ആനെ പർ, മഴ വരുന്നതിനോട് സംബന്ധിച്ച് എല്ലാ മൃഗങ്ങളും സന്തോഷത്തിലാകുന്നു. സബി ജാൻവർ ഖുഷ് ഹോത്തെ ഹേ, എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമാകുന്നു. ഓക്കെ, ഇനി നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം അല്ലേ. ബാരിഷ് ആനെ പർ കോൻ കോൻ ഖുഷ് ഹോത്തെ ഹേ, പറ്റൂലേ. മഴ വരുന്നതിനെ സംബന്ധിച്ച് ആർക്കൊക്കെയാണ് സന്തോഷമുള്ളത്? അപ്പോൾ ആർക്കൊക്കെയാണ്? മേണ്ടകുണ്ട്, മധുമക്കി ഉണ്ട്, നദി, നാല്, പഹാഡ്, പേട്, പൗദേ, കൗ ആദി. എന്തൊക്കെയാണോ ആ പിക്ചറിലുള്ളത് അതൊക്കെ നമുക്ക് എഴുതാൻ പറ്റൂ കേട്ടോ. പിന്നെ ചിത്ര കിസ്കി സൂചന ദേ രഹാ ഹേ, ചിത്രം നമുക്ക് എന്തിൻ്റെ സൂചനയാണ് നൽകുന്നത്? പ്രകൃതിക്ക് അനൂട്ടി ചാംകിയാം, പ്രകൃതിയുടെ ഒരു അതുല്യമായ കാഴ്ചയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അല്ലേ. ഒരു നല്ല ബ്യൂട്ടിഫുള്ളായ പിക്ചറിൽ നല്ല പ്രകൃതി ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. ബാദൽ കഹാം ബൻതാ ഹേ, മേഘം എവിടെ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് രൂപപ്പെടുന്നത്? ആസ്മാനമേ, ആകാശത്ത് നിന്ന്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ്. ദെൻ നമുക്ക് കവിത നോക്കാം. കവിതയുടെ പേരാണ് ബാദൽ. ഇത് എഴുതിയിട്ടുള്ളത് ഡോക്ടർ ശ്രീപ്രസാദ്. ഓക്കെ, കവിത ബാദൽ, ഡോക്ടർ ശ്രീപ്രസാദ്. काले काले पानी वाली आसमान में बादल आई, बोलो कैसे आकर छाए, हवा पकड़ कर लाती सरसर छाए जैसे काले कंबल, कितने सुंदर लगते बादल, पेड़ों जैसे भेड़ों जैसे लगते, जैसे चलते घोड़े बन जाते हाथी के जोड़े. ഓക്കെ, നമുക്ക് നോക്കാം.
काले काले पानी वाली आसमान में बादल आए बोलो कैसे आकर छाए. കാലേ കാലേ എന്താ കറുത്തിരുണ്ട അല്ലെങ്കിൽ കറുപ്പ് നിറമുള്ള. കാലേ കാലേ എന്ന് പറഞ്ഞാൽ കാല എന്ന് പറഞ്ഞാൽ കറുപ്പാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് കറുത്തിരുണ്ട മേഘങ്ങൾക്കാണ് പറയുന്നത്. കാലേ കാലേ പാനി വാലെ, കറുത്തിരുണ്ട വെള്ളമുള്ള അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞ ആസ്മാനുമേം ബാദൽ ആയേ, ആകാശത്ത് മേഘങ്ങൾ വന്നു. ബോലോ കൈസെ ആകർ ജായേ, പറയൂ എങ്ങനെയാണ് ആകാശത്ത് ഇത് വ്യാപിച്ചതെന്ന് പറയൂ. കാലേ കാലേ പാനി വാലെ ആസ്മാനുമേം ബാദൽ ആയേ ബോലോ കൈസെ ആകർ ചായേ, കറുത്തിരുണ്ട വെള്ളമുള്ള മേഘങ്ങൾ ആകാശത്ത് വന്നു, അവ എങ്ങനെയാണ് ആകാശത്ത് വ്യാപിച്ചതെന്ന് പറയൂ. हवा पकड़कर लाती सरसर छाए जैसे काले कंबल कितने सुंदर लगते बादल. കാറ്റിനെ പിടിച്ചു കൊണ്ടുവന്ന് സർ സർ സൗണ്ടോടു കൂടെ ഛായേ ജൈസെ കാലേ കമ്പൽ, സർ സർ ശബ്ദത്തോടു കൂടി അത് കറുത്ത കമ്പിളി പുതപ്പ് പോലെ വ്യാപിച്ചിരിക്കുന്നു. കിത്തിനെ സുന്ദർ ലഗ്തേ ബാദൽ, ഈ മേഘങ്ങളെ എത്ര മനോഹരമായി കാണപ്പെടുന്നു. हवा पकड़कर लाती सरसर छाए जैसे काले कंबल कितने सुंदर लगते बादल, കാറ്റിനെ പിടിച്ചു കൊണ്ടുവന്ന് സർ സർ ശബ്ദത്തോടു കൂടെ അത് കറുത്ത കമ്പിളി പുതപ്പ് പോലെ വ്യാപിച്ചിരിക്കുന്നു. ഈ മേഘങ്ങളെ എത്ര മനോഹരമായി കാണപ്പെടുന്നു. പേടോം ജൈസെ ഭേടോം ജൈസെ ലഗ്തേ ജൈസെ ചലത്തെ ഗോഡെ ബൻ ജാത്തെ ഹാത്തി കെ ജോഡെ. പേടോം ജൈസെ മരങ്ങളെപ്പോലെ, ഭേടോം ജൈസെ ആടുകളെപ്പോലെ, ലഗ്തേ ജൈസെ ചലത്തെ ഗോഡെ ചില സമയത്ത് തോന്നുന്നത് നടക്കുന്ന കുതിരയെപ്പോലെ, കുതിരകളെപ്പോലെയും, ബൻ ജാത്തെ ഹാത്തി കെ ജോഡെ ചിലപ്പോൾ ആനയുടെ ജോഡിയെ പോലെയും ഉണ്ടാകുന്നു, രൂപം ഉണ്ടാകുന്നു അല്ലേ. നിങ്ങൾ ആകാശത്ത് കണ്ടിട്ടുണ്ടോ? പല പല ഈ കാർമേഘങ്ങൾ മൂടുന്ന സമയത്ത് ആകാശത്ത് പല പല രൂപങ്ങളായിട്ട് മാറും. ചില സമയത്ത് നമുക്കിത് ആനനെ പോലെയും മരങ്ങളെപ്പോലെയും ആടിനെ പോലെയും കുതിരയെ പോലെയൊക്കെ തോന്നും. അങ്ങനെ പല പല രൂപങ്ങളായിട്ട് നമുക്ക് തോന്നും എന്നാണ് പറയുന്നത്. ദെൻ ന്യൂ വേർഡ്സ് ആണ് മക്കൾ, ഇത് എഴുതി വെക്കണം കേട്ടോ. ഓക്കെ. नन्हे जलकन गए बाप बन उसी बाप ने टंडक पाई बादल बरसे ബർസ ആയി. നന്നെ ജൽഗൺ ചെറിയ വെള്ളത്തുള്ളികളെ, ഗയേ ബാപ്പ് ബൻ, ബാപ്പ് ബൻ എന്ന് പറഞ്ഞാൽ നീരാവി, ഗയേ ബാപ്പ് ബൻ വെള്ളത്തുള്ളികൾ നീരാവിയായി മാറി. ഉസി ബാപ്പിനെ ടണ്ടക് പായി അതേ നീരാവി തണുത്തുറഞ്ഞ്. ബാദൽ ബർസെ അഥവാ മേഘം പെയ്തു, മേഘം പെയ്തു എന്ന് പറഞ്ഞാൽ മഴ പെയ്തു. ബർസ ആയി മഴ വന്നു. നന്നെ ജൽക്കൺ ഗയേ ബാപ്പ് ബൻ ഉസി ബാപ്പിനെ ടണ്ടക്ക് പായി ബാദൽ ബർസെ ബർസ ആയി, ചെറിയ വെള്ളത്തുള്ളികൾ നീരാവിയായി മാറി, അതേ നീരാവി തണുത്തിറഞ്ഞ് മഴ പെയ്ത് മഴ വന്നു. കർത്തെ ഗഡ്ഗഡ് ആത്തെ ബഡ് ബഡ് बिजली बादल को चमकाए अंधियारे में राह दिखाए. കർത്തെ ഗഡ്ഗഡ്, ഗഡ്ഗഡ് എന്ന ഉച്ചത്തിലുള്ള ശബ്ദം, ആത്തെ ബഡ്ബഡ് ആ ശബ്ദത്തോടു കൂടെ ഇടിമുഴക്കങ്ങൾ ഉണ്ടാകുന്നു. ബിജലി ബാദൽ കോ ചമക്കായ എന്താണ് ഇടിമുഴക്കങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ കൂടെ ചമക്കായേ എന്താ ഉണ്ടാകുന്നത്? മിന്നലും ഉണ്ടാകുന്നു. അന്തിയാരേമേം രാഹിതിക്കായ ഇടിമിന്നലിൻ്റെ വെളിച്ചം ഇരുട്ടത്ത് വഴി കാണിച്ചു തരുന്നു. കർത്തെ ഗഡ്ഗഡ് ആത്തെ ബഡ്ബഡ് ബിജ്ലി ബാദൽ കോ ചമക്കായി അന്തിയാരമേം രാഹിതിക്കായി. ഗഡ്ഗഡ് ശബ്ദത്തോടു കൂടി ഇടിമിന്നൽ ഇരുട്ട് വഴി കാണിച്ചു തരുന്നു അല്ലേ. വലിയ ഗഡ്ഗഡ് എന്ന ഉച്ചത്തിലുള്ള ശബ്ദത്തോടു കൂടി ഇടിമുഴക്കങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ എന്താണ് ഇടിമിന്നലും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഇരുണ്ട അല്ലെങ്കിൽ ഇരുട്ടിൽ മിന്നൽ വഴി കാണിച്ചു തരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. മോർ മഖൻ മേ ഝും ജൻ ജൻ
ചും ചും കർ നാച്ച് ദിഖായേ ഖുഷ് ഹോ കർ ഗാന ഗയേ. മോറ് മകൻ മകൻ. മോറ് എന്ന് പറഞ്ഞാൽ മയില് സന്തോഷത്തോടെ എന്താണ് അതിൻ്റെ ഹൃദയത്തിൽ നിന്ന് നൃത്തമാടിക്കൊണ്ടാണ്. ഹൃദയത്തിൽ ചുംചൻ എന്ന് പറഞ്ഞാൽ ആ നൃത്തമാടുന്ന സൗണ്ടിനാണ് നമ്മളത് പറഞ്ഞത്. ചും ചാംകൻ നാച്ച് ദിക്കായേ. എന്താണ് മയിൽ സന്തോഷത്തിൽ മുഴുകിയിട്ട് നൃത്തമാടാൻ തുടങ്ങി. ഖുഷ് ഹോക്കർ ഗാനേ ഗായേ. സന്തോഷത്തോടെ പാട്ടുപാടാനും തുടങ്ങി. ബർസേ ബാദൽ കൽക്കൽ ചൽചൽ തൈർ ചലി കാഗസ് ഗി നയ്യ പൂഞ്ച് ഉടാക്കർ ഭാഗി കയ്യ. ബർസേ ബാദൽ മഴ പെയ്യാൻ തുടങ്ങി. കൽക്കൽ ചൽചൽ കളകള ചലചല ശബ്ദത്തോടെ. തൈർ ചാലി കാഗസ് ഗി നയ്യ എന്ന കടലാസ് തോണി നീന്തി തുടങ്ങി. പൂഞ്ച് ഉടാക്കർ ഭാഗി ഗയ്യ. പശു വാലും പൊക്കിക്കൊണ്ടോടി. പൂഞ്ച് ഉടാക്കർ ഭാഗി ഗയ്യ. പശു വാലും പൊക്കിക്കൊണ്ടോടി. മഴ പെയ്യുന്ന സമയത്ത് എന്താണ് നമ്മുടെ മൃഗങ്ങളൊക്കെ അവരുടെ ഓരോ തണൽ നല്ല മഴ കൊള്ളാത്ത സ്ഥലം നോക്കി ഓടിപ്പോകൂലേ. ഇവിടെ പശു വാലും പൊക്കിക്കൊണ്ട് ഓടിപ്പോകുന്നു എന്ന് പറയുന്നത് അതാണ് കേട്ടോ. മഴ പെയ്യുന്നത് എന്താണ് നമ്മുടെ മയിലിനൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. അത് നൃത്തമാടുന്നതാണ്. ഓക്കെ, ഇത് നമ്മളെ ന്യൂ വേർഡ്സ് ആണ്. അപ്പോൾ ഇതൊന്ന് നോക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. കവിതയിൽ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസേഴ്സ് നോക്കാം. ബാദൽ ക്യോം സുന്ദർ ലഗതാ ഹെ. മേഘം എന്തുകൊണ്ടാണ് മനോഹരമായിട്ടിരിക്കുന്നത്? ആസ്മാൻ മേം ബാദൽ കാലെ കമ്പൽ ജൈസെ ഛായേ ജാതാ ഹെ ബഹുത്ത് ബഹുത്ത് സുന്ദർ ലഗതാ ഹെ. അല്ലേ, ആകാശത്ത് എന്താണ് ആ കറുത്ത മേഘം ഒരു കമ്പിളിപ്പുതപ്പ് പോലെ, കറുത്ത കമ്പിളിപ്പുതപ്പ് പോലെ എന്താണ് വ്യാപിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് കാണാൻ എന്താണ് വളരെയധികം ഭംഗിയാകുന്നു അല്ലേ. ബാദൽ കെ ബർസനെ പർ കോൻ കോൻ ഖുഷ് ഹോത്താ ഹെ. മഴ പെയ്യുമ്പോൾ സന്തോഷിക്കുന്നത് ആരൊക്കെയാണ്? മോർ കാഗസ് കി നെയ്യ പൂഞ്ച് ഉടാക്കർ ഭാഗ്നെ വാലെ ഗായ്. ഓക്കെ, അത് നമ്മളെ ലാസ്റ്റ് ലൈനിന് പറയുന്നുണ്ട് ആരൊക്കെയാണ് സന്തോഷിക്കുന്നത്. മയില്, പിന്നെ എന്താണ് പേപ്പർ കൊണ്ടുള്ള തോണി, പിന്നെ നമ്മളെ ആരാണ് പശു വാലും പൊക്കിക്കൊണ്ട് ഓടുന്നുണ്ട് അല്ലേ. ഇവരൊക്കെയാണ് സന്തോഷത്തോടു കൂടെ മഴ പെയ്യുന്നത് സന്തോഷിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി ബാക്കി നോക്കാം. ചിത്ര ദേക്കേം കവിതാസെ ഉചിത് പങ്ക്തിയാ ലിഖേം. എന്താണ് ചിത്രം നോക്കിയിട്ട് എന്താണോ മനസ്സിലായത് അതിനനുസരിച്ച് കവിതയിൽ നിന്ന് എഴുതാനാണ് പറയുന്നത്. ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത്, അത് എന്തൊക്കെയാണ് ഇതിനെ മാച്ചായിട്ടുള്ളത് നമ്മുടെ കവിതയിലുണ്ട് വരികൾ. അപ്പോൾ അത് എടുത്ത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റത്തെ എന്താണ് നമ്മളെ കറുത്തിരുണ്ട മേഘമാണ് അല്ലേ. മേഘമുണ്ട്, പിന്നെന്താ മിന്നലിൻ്റെ വെളിച്ചമുണ്ട്. അതുപോലെ എന്തൊക്കെയാണ് വരുന്നത് ഇതിൻ്റെ സൗണ്ടാണല്ലേ, ഇടിയുടെയും മിന്നലിൻ്റെയൊക്കെ ആ സംഭവമാണ് അവിടെ പറയുന്നത്. അപ്പം അവിടെ ഏതാ വരുന്ന വരി? കർത്തേ ഗഡ്ഗഡ് ആത്തേ ബഡ്ബഡ് ബിജ്ലി ബാദൽ കോ ചംകായേ അന്തിവാരമേം രാഹുദിക്കായേ. ഇനി അടുത്തത് എന്താ വരുന്നത്? നമ്മുടെ പല പല മേഘങ്ങൾ പല പല രൂപങ്ങളായിട്ട് മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. പേടോം ജൈസെ ഭേടോം ജൈസെ ലഗ്തേ ജൈസെ ചൽത്തെ ഘോടെ ബൻ ജാത്തെ ഹാത്തിക്കെ ജോടെ. ഈ വരിയാണ് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ഇനി എന്താ നമ്മളെ മയിൽ സന്തോഷത്തിൽ നൃത്തമാടുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ പിക്ചറിന് ആപ്റ്റായിട്ടുള്ള വരിയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അതേതാണ്? മോറ് മകൻ മൻ ചും ചൻ ചും ചുമാക്കർ നാച്ച് ദിഖായേ ഖുഷ് ഹോക്കർ ഗാന ഗായേ. ഓക്കെ, അടുത്തത് എന്താണ്? നമ്മളെ പശു വാലും പൊക്കി ഓടുന്നതാണ്. ബർസേ ബാദൽ കൽക്കൽ ചൽചൽ തൈർ ചലേ കാഗസ് കി നെയ്യ പൂഞ്ച് ഉടാക്കർ ഭാഗി ഗയ്യ. ഓക്കെ, ഇത് നമ്മളെ കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി എന്താണ് ഇത്? ജോഡികൾ ഒരേ അർത്ഥം വരുന്ന എന്താണ്
ജോഡികളാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ലാസ്റ്റ് ഒരേ ലെറ്റർ വരുന്നത് ഒരു ജോഡിയാക്കി മാറ്റാനാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ഒരു മോഡൽ തന്നിട്ടുണ്ട്. ആയേ, ചായേ, കമ്പൽ, ബാദൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എൻഡിങ്ങിൽ കണ്ടില്ലേ ഒരേ ലെറ്ററുകളാണ് വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഇതിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആയേ, ചായേ, കമ്പൽ, ബാദൽ, കൽക്കൽ, ചൽച്ചൽ, ഗയ്യ, നയ്യ, ദിക്കായേ, ചംകായേ, ആയി, പായി, ജോഡെ, ഗോഡെ. ഓക്കെ. പിന്നെ അടുത്തത് കവിതാംസെ പക്യം ചിനേലിഖിം. ഇത് നേരത്തെ അതേപോലെ തന്നെയാണ്. ഇതെന്താണ്, കവിതയുടെ ഹിന്ദി മീനിങ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. കവിതയുടെ ഹിന്ദി ആശയം തന്നിരിക്കുന്നത്. അതിൻ്റെ വരികൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ബിജ്ലി ബാദൽ കോ ചമക്കാത്തി ഹേ, അന്ധിയാർ മേം പ്രകാശ് ഫൈലാക്കർ രാഹ് ദിഖാത്തി ഹേ. എന്താണ് ഇത്? നമ്മളെന്താ മിന്നലും ഇടിയൊക്കെ വന്നില്ലേ, എന്നിട്ട് രാത്രി ഇരുണ്ട സമയത്ത് ഇരുട്ടിലെ വഴി കാണിക്കുന്നുണ്ട് അല്ലേ, വെളിച്ചം കാണിക്കുന്നുണ്ട്. അതെന്താണ് എന്നാണ് ചോദിക്കുന്നത്. ആ വരി ഏതാണെന്ന്. ബിജ്ലി ബാദൽ കോ ചമക്കാത്തി ഹേ. എന്താണ്? നമ്മുടെ മിന്നലിൻ്റെ വെളിച്ചം. അന്ധിയാരമേ പ്രകാശ് ഫൈലാക്കർ രാഹ് ദിഖാത്തെ ഹേ. രാത്രി പ്രകാശം പരത്തുന്ന. അതെവിടെയാണെന്നാണ് പറയുന്നത്. ഹവാ ബാദൽ കോ പക്കട് കർ ലാത്തി ഹേ, ആകാശമേം ബാദൽ കാലെ കമ്പൽ ജൈസെ ഛാ ജാത്താ ഹേ, വഹ് ബഹുത്ത് സുന്ദർ ലഗ്താ ഹേ. ഹവാ ബാദൽ, കാറ്റ് എന്താണ്? മേഘത്തിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ആകാശമേം ബാദൽ കാലെ കമ്പൽ ജൈസെ ഛാ ജാത്താ ഹേ. ആകാശത്തിൽ എന്താണ്? കറുത്ത കമ്പിളി പുതപ്പ് പോലെ മേഘത്തിൽ വ്യാപിച്ചു കിടക്കുന്നത്. ബഹുത്ത് സുന്ദർ ലഗത്തായ. ഇതെന്ന് വളരെയധികം മനോഹരമാകുന്നു. അപ്പോൾ അത് ആ വരി ഏതാണെന്ന് കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞത്. നന്നെ ജൽ കണോം സെ ബാപ്പ് ബൻതി ഹേ, ബാപ്പ് സെ ബാദൽ ബൻതാ ഹേ, ടണ്ടേ ഹോനെ പർ ബാദൽ ബർസത്താ ഹേ. നന്നെ ജൽ കണോം സെ ബാപ്പ് ബൻതി ഹേ. എന്താണ്? ചെറിയ ജലകണങ്ങൾ എന്താണ്? നീരാവിയായി രൂപം കൊള്ളുന്നു. ബാപ്പ് സെ ബാദൽ ബൻതാ ഹേ. നീരാവിയായിട്ട് അതെന്താണ്? മേഘത്തിൽ എന്താണ്? മഴ രൂപപ്പെടുന്നുണ്ട് അല്ലേ. ടണ്ടേ ഹോനെ പർ ബാദൽ ബർസത്താ ഹേ. എന്താണ്? അത് തണുത്തിറങ്ങിയിട്ട് മേഘത്തിലെ ആ നീരാവി മേഘത്തിൽ തണുത്തിറങ്ങിയിട്ട് മഴയായി പെയ്യുന്നു. ഈ വരികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മിസ് ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ബത്തായേ ബാരിഷ് കെ ആനെ പർ കോൻ കോൻ ഖുഷ് ഹോത്താ ഹേ. ഓക്കെ. ഈ പിക്ചറിൽ കാണുന്നുണ്ട്. ഈ പിക്ചറിൽ നോക്കിയിട്ട് എന്താണ്? ഈ മഴ വരുന്നത് കൊണ്ട് ആരൊക്കെയാണ് സന്തോഷിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ എന്തൊക്കെയാണോ കാണുന്നത് അതൊക്കെ ഇവിടെ എടുത്തെഴുതാം. ബാരിഷ് എന്ന് തന്നിട്ടുണ്ട്. ബാക്കി എന്താ? ഇത് ആരൊക്കെയാണ്? കബൂത്തറുണ്ട് അല്ലേ, കബൂത്തറുണ്ട്, മധുമക്കിയുണ്ട്, പിന്നെ ആരാണ്? പൂമ്പാറ്റുണ്ട് അല്ലേ, തിത്തിലുണ്ട്, മേണ്ടകുണ്ട്, പിന്നെ നദിയുണ്ട്, പിന്നെന്താ? പഹാഡ് ഉണ്ട് അല്ലേ, മലയില്ലേ, പഹാഡ്. പിന്നെന്താ? പിന്നെ മരങ്ങളുണ്ട് അല്ലേ, പേടോ. ഇതൊക്കെ എഴുതാൻ പറ്റൂലേ. പിന്നെ പാറ, ചട്ടാൻ, പൗതെ, ചെടികൾ, അതൊക്കെ ആ ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ നമ്മൾ ഈ ചിത്രത്തിൽ. അപ്പോൾ അതൊക്കെ എഴുതാം. പിന്നെ എന്താണ്? പങ്ക്തിയാം ലിഖേ. ലാസ്റ്റ് എന്താണ്? പങ്ക്തിയാം ലിഖേ. അപ്പോൾ ഇതെല്ലാം ചിത്രം കണ്ടിട്ട് ചിത്രത്തിൽ നിന്ന് എന്താണ്? ഒരു കവിത എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കണം? ഹെഡിങ് കൊടുക്കണം. നല്ല ആശയമുള്ള വരികളാവണം കേട്ടോ. നല്ല ഒരു ഹെഡിങ് വേണം, ആശയമുള്ള വരികളും ആവണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാനും പറ്റും കേട്ടോ. അതിലുള്ളത് ഉൾക്കൊള്ളിച്ചാണ് ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ് മിസ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് തന്നെ ആവണം എന്നില്ല കേട്ടോ. നിങ്ങൾ എഴുതാൻ പേട്, പൗതേ, മരങ്ങളും ചെടികളും, അല്ലെങ്കിൽ മേണ്ടക് എന്നോ ബാരിഷ് എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഹെഡിങ് കൊടുക്കാം കേട്ടോ. ബാരിഷ് കെ ആനെ പർ ഖുഷ് ഹോത്തേ ഹേ മേണ്ടക്. മഴ വരുന്നത് കൊണ്ട്
ആർക്കാണ് സന്തോഷമായത്? തവളക്ക് സന്തോഷമായിരിക്കുന്നു. ബാരിഷ് കെ ആനെ पर खुश होते हैं तितली, बारिश के आने पर खुश होते हैं पेड़ पौधे. ബാരിഷ് കെ ആനെ पर അങ്ങനെ ആരൊക്കെയാണ് സന്തോഷമായത് അതൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ആക്ടിവിറ്റി.